Radio C. Our campus, our voice. ഗുഡ് ആഫ്റ്റർനൂൺ ചേതന, ദിസ് ഇസ് RJ ആവിൻ. 2 ദിവസം മുമ്പായിരുന്നു ജൂൺ 5 ലോക പരിസ്ഥിതി ദിനം. നമ്മുടെ കോളേജിലും പരിസ്ഥിതി ദിനം വളരെ നല്ല രീതിയിൽ വിവിധ പരിപാടികളോടെ ആചരിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഇന്ന് ലോകം ചർച്ച ചെയ്യപ്പെടുന്ന പ്രധാനപ്പെട്ട വിഷയങ്ങളാണ് പരിസ്ഥിതിയും സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റും കാലാവസ്ഥാ വ്യതിയാനവുമൊക്കെ. അതുകൊണ്ട് തന്നെ എൻവിറോൺമെൻറ്റൽ ഡേ സ്പെഷ്യൽ സീരീസിൻ്റെ ഭാഗമായി ഇന്ന് നമ്മളോടൊപ്പം തൻ്റെ ആശയങ്ങളും അനുഭവങ്ങളും പങ്കുവയ്ക്കുന്നത് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ഉദ്യോഗസ്ഥനും കർഷകനും എന്തിലേറെ പറയുന്നു പ്രകൃതിയെ തൻ്റെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമാക്കി മാറ്റിയിട്ടുള്ള ജോ ജോൺസൺ സാറാണ്. ഈ പരിപാടിക്കായി അദ്ദേഹം തൻ്റെ വിലപ്പെട്ട അഭിപ്രായങ്ങളും ആശയങ്ങളും നമ്മളുമായിട്ട് പങ്കുവച്ചിട്ടുണ്ട്. സോ ഒരു പാട്ട് കേട്ടിട്ട് നമുക്ക് ആ സംഭാഷണത്തിലേക്ക് കടക്കാം. വിരൽ ദൂരം കാണുമോ കടലോളം മോഹമോ അവളാകും തീരമേ ഒന്നു തൊടുവാനോ പറയാതെ പോയൊരാ മരിയാവും പൂവിതാ പലരാവായി കാത്തുവോ മെല്ലെ വിടരാനോ നീ അകന്ന വാനിലേ നീല നിലാമൂകമായി മെല്ലെ വിരൽ തൊട്ടനേ നീ എത്താ ദൂരമായോ എത്താ ദൂരമായോ ഇളം കാറ്റായി നീ വിലോലമായി വിലോലമായി ഇതിലെ വരാമോ വരാമോ ഈ അടുത്താണ് 54ാമത് ലോക പരിസ്ഥിതി ദിനം കഴിഞ്ഞു പോയത്. പരിസ്ഥിതി ദിനം വരുമ്പോൾ മാത്രം ചെടികൾ നട്ടുപിടിപ്പിക്കുന്നവരുണ്ട്. കൃഷിയെക്കുറിച്ചും പ്രകൃതിയെക്കുറിച്ചും വാതോരാതെ സംസാരിക്കുന്നവരുണ്ട്. എന്നാൽ വർഷങ്ങളോളമായിട്ട് പ്രകൃതിയെയും കൃഷിയെയും ജീവിതത്തിൻ്റെ ഒരു ഭാഗമാക്കി മാറ്റിയ വ്യക്തിയാണ് സാറ്. അപ്പോൾ ഈ ഒരു യാത്രയുടെ തുടക്കം എന്ന് പറയുന്നത് എവിടെ നിന്നായിരുന്നു? യാത്രയുടെ തുടക്കം എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിക്കുന്ന കാലം തൊട്ട് നമ്മുടെ ചെറുപ്പം തൊട്ടേ ഉണ്ട്. പക്ഷേ സജീവമായിട്ട് നമ്മൾ സ്വന്തമായിട്ട് ജോലിയെടുക്കാൻ തുടങ്ങിയതും പിന്നെ വേറെ സ്ഥലങ്ങളിൽ താമസിച്ച് പണിയെടുക്കുന്ന സമയത്തായിരിക്കും നമ്മൾ കൊച്ചിനെ കൂടെ കൂടുതലായിട്ട് പ്രകൃതിയുടെ അടുപ്പം വരുന്നത്. അപ്പം ഞാൻ ഒരു നമ്മുടെ 1998 രാജസ്ഥാനിൽ കോളേജ് കഴിഞ്ഞ് ജോലി എടുക്കുന്ന സമയത്ത് ഉദയ്പൂർ എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ് ഞാൻ എൻ്റെ ആദ്യത്തെ വർക്ക്. അന്ന് ഒരു ഭയങ്കര വലിയ ജില്ലയാണ് ഉദയ്പൂർ. ഭയങ്കര ഗ്രാമീണ ഛായയുള്ള ഒരു ജില്ലയാണ്. വലിയ ഒരു ആദിവാസി മേഖലയുള്ള ഒരു സ്ഥലമാണ്. അന്നേരം അതേ സമയത്ത് ഞാൻ ഈ നർമ്മദ ബച്ചാവോ ആന്തോളൻ, നർമ്മദയിൽ വലിയ അണക്കെട്ടുകൾ കിട്ടുന്നതിൻ്റെ ഇത് ആയിട്ടൊരു സാമൂഹിക മൂവ്മെൻറ്റ് നടക്കുന്നുണ്ടായിരുന്നു ആ സമയത്ത്. അന്നേരം ഞങ്ങളെല്ലാം അതിൻ്റെ ഭാഗമായിട്ട് കോളേജിലും സപ്പോർട്ടെല്ലാം ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇത് ഈ സേവാമന്ദിർ എന്ന് പറയുന്ന സ്ഥാപനത്തെ ഞാൻ ജോലിക്ക് കയറി കഴിഞ്ഞ് ഞാൻ അവിടെയും പിന്നെ ഈ നർമ്മദയിലും ഇടയ്ക്ക് പോയി അവിടെ പ്രവർത്തിക്കുകയായിരുന്നു. അന്നേരം രണ്ടും ഇതിൻ്റെ ഒരു അടിത്തട്ടെന്ന് പറഞ്ഞാൽ നമ്മൾ ഈ തീർത്തും നമ്മളൊരു ഗ്രാമീണ പ്രദേശത്താണ് നമ്മൾ പണിയെടുക്കുന്നത്. അന്നേരം അത് മുഴുവൻ കാടും പുഴയും പിന്നെ ആൾക്കാരുടെ കൃഷിയിടങ്ങളും മരങ്ങളും ചെടികളും, അന്നേരം പിന്നെ അവരുടെ ഒരു ജീവിതശൈലിയും നമ്മളെല്ലാം കാണുന്നതിനും നമുക്ക് എവിടെയോ ആ കണക്ഷൻ ഇച്ചിരിയും കൂടെ സ്ട്രോങ് ആയെന്ന് നമുക്ക് തോന്നി. പിന്നെ അങ്ങനെ നമ്മുടെ പ്രവൃത്തികൾ അങ്ങനെ പോയിക്കൊണ്ടിരുന്നു. പിന്നെ ഞാൻ ഈ മേഖലയിൽ സജീവമായിട്ടൊരു 10-14 വർഷം ഞാൻ ഫുൾ ടൈമായിട്ട് വർക്ക് ചെയ്തു ഒരു അതായിട്ട്. പിന്നെ ഞാൻ 2012 ഫുൾ ടൈം മറ്റേ ഈ വർക്ക് ചെയ്യുന്ന ഡെവലപ്മെൻറ്റൽ വർക്ക് ചെയ്യുന്ന റിസൈൻ ചെയ്തിട്ട് പിന്നെ ഇപ്പോൾ കൃഷി ചെയ്യുന്നു. പിന്നെ ഇടയ്ക്ക് എല്ലാം ഇങ്ങനെ അസൈൻമെൻറ്റ്സ് ആയിട്ടുള്ള കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. അതുപോലെ സസ്റ്റൈനബിലിറ്റി അല്ലെങ്കിൽ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ്, സുസ്ഥിര വികസനം തുടങ്ങിയ വാക്കുകൾ നമ്മളെല്ലാവരും നിരന്തരം കേൾക്കാറുണ്ട്. പക്ഷെ അതെന്താണെന്ന് ചോദിച്ചാൽ പലർക്കും അത് അറിയില്ല. സോ അത്തരത്തിലുള്ള ആളുകൾക്ക് അതൊന്ന് എളുപ്പത്തിൽ പറഞ്ഞു കൊടുക്കാൻ പറ്റുമോ? ശരിക്കും പറഞ്ഞാൽ ഞാനും ഒരു 30-35 വർഷമായിട്ട് ഈ ഒരു വാക്ക് ഞാനും കേട്ടുകൊണ്ടിരിക്കുകയാണ്.
ഇന്നും ഇപ്പം എന്നോട് ചോദിച്ചാൽ എൻ്റെ ജീവിതം ശരിക്കും സസ്റ്റൈനബിൾ ആണോ എന്ന് പറഞ്ഞാൽ അതെനിക്കൊരു ചോദ്യചിഹ്നം തന്നെയാണ്. ബിക്കോസ് നമ്മളിപ്പം കുറേ യാത്ര ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മൾ താമസിക്കുന്ന വീടുകളെല്ലാം നോക്കിയാൽ അതും സസ്റ്റൈനബിൾ ആണോ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു ഹാർഡ് ക്രൈറ്റീരിയ വെച്ച് നോക്കുവാണെങ്കിൽ ചിലപ്പം സസ്റ്റൈനബിൾ അല്ലായിരിക്കും. നമ്മുടെ ഒരു ജീവിതശൈലിയല്ലേ. അന്നേ ഞാൻ പരമാവധി പബ്ലിക് ട്രാൻസ്പോർട്ട് ഉപയോഗിക്കാറുള്ളൂ. പിന്നെ നമ്മൾ ഉടുക്കുന്ന വസ്ത്രങ്ങളൊന്നും അങ്ങനെ സിന്തറ്റിക് വസ്ത്രങ്ങളൊന്നും ഉടുക്കാറില്ല. വൈദ്യുതിയുടെ ഉപയോഗമാണെങ്കിലും നമ്മൾ കുറച്ചായിട്ട് ഉപയോഗിക്കുന്നുള്ളൂ. അങ്ങനെയാണെങ്കിൽ അന്നേരം സസ്റ്റൈനബിൾ ഡെവലപ്മെൻ്റ് എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നത് നമ്മൾ ഈ ഒരു ഇത്രയും വലിയ ലോകത്തിൽ ഇത്രയും ജനങ്ങൾക്ക് എല്ലാവർക്കും ഇവിടെ ജീവിക്കാനുള്ള അവകാശങ്ങളും, പക്ഷേ ഈ എല്ലാവരും നമ്മൾ മോഹിക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മളെ ഈ മാധ്യമങ്ങളിലും നമ്മൾ പൊതുവേ ഇത് കാണുന്നവരും എല്ലാവർക്കും ഇപ്പം കാറും പിന്നെ വലിയ വീടുകളും പിന്നെ വൈദ്യുതിയുടെ കൂടുതൽ ഉപഭോഗവും പിന്നെ ഭക്ഷണമാണെങ്കിലും നമ്മൾ നോക്കുവാണെങ്കിൽ ഭയങ്കര ദൂരെ നിന്ന് വരുന്ന ഭക്ഷണങ്ങളെ, അതായത് നമ്മൾ എക്സോട്ടിക് ഫുഡ് പറയുവാണെങ്കിൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റാതെ നമ്മൾ ഭയങ്കര എക്സോട്ടിക് ആയിട്ടുള്ള ഫുഡുകളെല്ലാം മേടിച്ച് നമ്മൾ പുറത്തുനിന്ന് കഴിക്കുന്നതെന്ന് പറഞ്ഞ് ചിലപ്പോൾ അത് ചോദിക്കുകയാണെങ്കിൽ സസ്റ്റൈനബിൾ ആണോന്ന് അറിയത്തില്ല. അത് ചിലപ്പോൾ അല്ലായിരിക്കും. എനിക്കത് അറിയില്ല. ഞാൻ മേക്കിംഗ് സെൻസ്. സോ എനിക്ക് തോന്നുന്നത് എന്ന് പറഞ്ഞാൽ ഇന്നത്തെ ഒരു ലോകത്തിൽ ഒരു 5%, 10% ആൾക്കാർ മാത്രമേ ഭയങ്കര ഉയരമുള്ള ഒരു ലിവിങ് സ്റ്റാൻഡേർഡ്സ് ഉള്ളൂ. ബാക്കി ആൾക്കാരെല്ലാം അവർ ഭയങ്കര താഴെത്തട്ടിലുള്ള ആൾക്കാർ. അവർക്ക് അവരുടെ ദൈനംദിന ആവശ്യങ്ങൾ പോലും അവർക്ക് കിട്ടാൻ, ഞാൻ കേരളത്തിൻ്റെ ഒരു സ്ഥിതിയല്ല പറയുന്നത്, നമ്മൾ പൊതുവേ നമ്മൾ വടക്കേ ഇന്ത്യയിലോട്ട് പോയാലോ അല്ലെ ബാക്കി സ്ഥലങ്ങളിലോട്ട് പോയാലോ ആൾക്കാർ ജീവിക്കുന്ന വെറും $1, $2 ഒരു വരുമാനത്തിൽ ആൾക്കാർ ജീവിക്കുന്നത്. അന്നേരം നമുക്കറിയാമല്ലോ ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ നമുക്ക് അതിൽ $1 അല്ലെ $2 വെച്ച് നമുക്ക് എന്തേലും സാധനങ്ങൾ മേടിക്കാൻ പറ്റുമെന്ന്. അന്നേരം അത് എനിക്ക് തോന്നുന്ന ആ ഒരു ചിന്താഗതി നമ്മുടെ അടുത്ത് ഉണ്ടെങ്കിലും നമ്മൾ പരമാവധി കൺസംഷൻ കുറയ്ക്കുക. നമ്മൾ എപ്പോഴും ആ ഒരു ചിന്ത എന്നെ എപ്പോഴും പ്രചോദിപ്പിക്കാറുണ്ട്. അതായത് നമ്മളൊരു മൈൻഡ്ലെസ് കൺസംഷൻ, അത് എന്ത് സാധനങ്ങളായിക്കോട്ടെ, അത് ഡേറ്റയുടെ ഉപയോഗമായിക്കോട്ടെ, അല്ലെ ഭക്ഷണം അധികമായിട്ട് കഴിക്കുന്നു, അല്ലെ ആവശ്യമില്ലാതെ നമ്മൾ തുണികൾ മേടിച്ചു കൂട്ടുന്നു, അല്ലെ ഇപ്പം യാത്ര തന്നെ. ഇപ്പം എനിക്ക് യാത്ര ഒരു സമയത്ത് ഭയങ്കര ഇഷ്ടമായിരുന്നു. അന്നും ഞാൻ യാത്ര ചെയ്യുമായിരുന്നു. പക്ഷെ കാറിലും ഒന്നുമല്ല, ഞാനിപ്പം സൈക്കിളിൽ കൂടുതലും ഒന്നുമില്ല യാത്ര ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷെ ഇപ്പം നമുക്ക് യാത്ര തന്നെ ഇപ്പം ഭയങ്കര ഒരു മടുപ്പായിട്ട് വന്നേക്കുന്നത്. ബിക്കോസ് നമ്മൾ അതും ഒരു തരം ഒരു ഉപഭോഗമായിട്ടാണ് നമ്മൾ കാണുന്നത്, ഒരു മൈൻഡ്ലെസ് കൺസംഷന്. പക്ഷെ ഇതെൻ്റെ സ്വന്തം അഭിപ്രായം കേട്ടോ, വേറെ ആൾക്കാരുടെ മേളിലോട്ടുള്ള ഒരു അതല്ല. ജനറേഷൻസ് മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ് ഇന്ന്. സോഷ്യൽ മീഡിയയിൽ സസ്റ്റൈനബിലിറ്റി അല്ലെങ്കിൽ ഇക്കോ ഫ്രണ്ട്ലി ലൈഫ് തുടങ്ങിയ വാക്കുകൾ ട്രെൻഡ് ആകുന്നുണ്ട്. എന്നാൽ യുവതലമുറയുടെ ഈ ഒരു താല്പര്യം ഡിജിറ്റൽ സ്പേസിൽ മാത്രം ഒതുങ്ങുന്നതായാണോ, അല്ലെങ്കിൽ അതൊരു യഥാർത്ഥ മാറ്റമായിട്ടാണോ സാറിന് തോന്നിയിട്ടുള്ളത്? എനിക്ക് തോന്നുന്നത് അത് അതിൻ്റെ രണ്ട് വശമുണ്ട് അതിന്. മീൻസ് അതൊരു ബിക്കോസ് ഇന്ന് നമ്മളെന്താ എപ്പോഴും നമ്മൾ റീൽസ് ഇടാനും പിന്നെ ഒരു നമ്മുടെ ഒരു മൈൻഡിൻ്റെ ഒരു അറ്റൻഷൻ തന്നെ നമ്മൾ നോക്കുവാണെങ്കിൽ ഭയങ്കര ചുരുങ്ങിപ്പോയിട്ടുണ്ട് അവിടെ ആൾക്കാർക്ക് പരമാവധി. അന്നേരം നമ്മൾ എപ്പോഴും ഒരു പുതിയത് നമുക്ക് കാണിച്ചുകൊണ്ടിരിക്കണം. നമ്മൾ ആ ഒരു ട്രെൻഡാണല്ലോ പൊതുവെ സോഷ്യൽ മീഡിയയിൽ അത്രയും റൂൾ ചെയ്യുന്നത്. അന്നേരം ഒരു നല്ല ശതമാനം എനിക്ക് തോന്നുന്ന ആൾക്കാർ ഈ ഒരു ആസ്പെക്റ്റ് ഫോളോ ചെയ്തായിരിക്കും ചെയ്യുന്ന. മീൻസ് അതായത് നമ്മൾ പുതിയ സബ്സ്ക്രൈബേഴ്സ് വരുത്തുകയോ അല്ലെ നമ്മൾ കൂടുതൽ ലൈക്കുകൾ കിട്ടാനുള്ള വേണ്ടി ഒരു ശ്രമത്തിലുമായിരിക്കും. പക്ഷേ അറ്റ് ദ സെയിം ടൈം എനിക്ക് തോന്നുന്ന ഒരു ശതമാനം ആൾക്കാർ തീർച്ചയായിട്ടും അതൊരു
വെറും ഒരു സോഷ്യൽ മീഡിയയിൽ മാത്രം ഒതുങ്ങിയിട്ടുള്ള ഒരു ചിന്തയായിട്ട് അത് ആയിട്ടല്ല, അവരുടെ ജീവിതത്തിൽ തന്നെ ആ മാറ്റം വരുന്നുണ്ടെന്നും എനിക്ക് തോന്നുന്നുണ്ട്. ബിക്കോസ് ഇപ്പം പഴയതിനേക്കാളും നമുക്കിപ്പം ഈ ഇൻ്റർനെറ്റിൻ്റെ ഇത്രയും വ്യാപ്തി കാരണം നമുക്ക് ആൾക്കാരെ എല്ലാം ആൾക്കാർ ചെയ്യുന്ന കാര്യങ്ങളും ആൾക്കാർ ജീവിക്കുന്ന ജീവിത ശൈലിയും നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഇപ്പം നമുക്ക് പണ്ടെന്ന് പറഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും ഒരു ഡൗട്ട് തന്നെ ചോദിക്കണമെങ്കിൽ അല്ലെ എന്തെങ്കിലും ഒന്ന് കാണണമെങ്കിൽ എന്തേലും ദൂരം നമ്മൾ സഞ്ചരിക്കണം. അതെല്ലാം ഇപ്പം നമ്മൾ നോക്കുവാണെങ്കിൽ ഇൻ്റർനെറ്റ് വഴി അത് കുറേ എളുപ്പമായിട്ടുണ്ട്. അന്നേരം അതൊരു എനിക്ക് തോന്നുന്ന ഒരു ട്രെൻഡായിട്ടും എക്കാലം പോലെ തന്നെ അതൊരു ട്രെൻഡ് പോലെ ആയിരിക്കും. ഇറ്റ് മേ ഫേഡ് ഓർ ഇറ്റ് മേ സസ്റ്റെയിൻ. പക്ഷേ അറ്റ് ദ സെയിം ടൈം ഇറ്റ് ഈസ് ഡെഫിനറ്റ്ലി ഗിവിങ് എൻ ഓപ്പർച്യൂണിറ്റി കുറേ ആൾക്കാർക്ക് ഇതെല്ലാം പരിചയപ്പെടാനും പിന്നെ ഇതിനെ എംബ്രേസ് ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ആയിരുന്നു, നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ്. അതെങ്ങനെയാണ് നമ്മൾ ആ ഓപ്പർച്യൂണിറ്റിനെ കൈകൊള്ളുന്നത് അത് ഓരോരുത്തരുടെയും അതുപോലെ ഇരിക്കുവേ. സോ ദാറ്റ് ഇസ് ഇറ്റ്. കൃഷി എന്ന മേഖല പലപ്പോഴും ഒരു ലാഭകരമല്ലാത്ത മേഖലയായിട്ടാണ് പല യുവാക്കളും കണക്കാക്കുന്നത്. സോ അത്തരത്തിലുള്ള യുവാക്കളോട് എന്താണ് സാറിന് പറയാനുള്ളത്? അല്ലെങ്കിൽ വളർന്നു വരുന്ന പുതിയ ടെക്നോളജീസും അതുപോലെ ആശയങ്ങളും വെച്ച് അവർക്ക് കൃഷി എന്ന മേഖലയിൽ ഒരു ഭാവി കണ്ടെത്താനാകുമോ? തീർച്ചയായിട്ടും ഈ പ്രശ്നത്തിന് ഇതിനു മുമ്പേ ചോദിച്ച ക്വസ്റ്റ്യൻ്റെ കൂടെ ഉള്ള ഒരു കണക്റ്റ് ഉണ്ട്. നമ്മളിപ്പം സോഷ്യൽ മീഡിയയുടെ ഒരു അത് വെച്ച് നോക്കുവാണെങ്കിൽ എന്തിനിപ്പം ആൾക്കാരൊരു ഓൾട്ടർനേറ്റീവ്സ് അത് കണ്ടു നോക്കുന്നു. എന്തിനാൾക്കാർ ഇപ്പം നമ്മൾ ഇപ്പം ന്യൂജൻ ആണെങ്കിൽ ഒരു 9 to 5 ജോലി അല്ലാതെ നമുക്ക് ഇച്ചിരി കൂടെ ക്രിയേറ്റീവായിട്ടൊരു ഒരു സ്പേസ് നമ്മൾ കണ്ടെത്തുന്നു. സോ അതിന് അല്ലെങ്കിൽ നമുക്ക് പ്രകൃതിയുടെ അടുപ്പം വരാനുള്ളതായിട്ടുള്ള ഒരു സ്പേസ് വെച്ച് നോക്കുവാണെങ്കിൽ തീർച്ചയായിട്ടും കൃഷി ഒരു നല്ലൊരു മേഖലയാണ്. റെമ്യൂണറേറ്റീവ്ലി അല്ലെ മോണിറ്ററിലി ചിലപ്പോൾ അത് അത്രയും ഒരു അട്രാക്റ്റീവ് അതല്ലായിരിക്കും. പക്ഷേ എനിക്കതായിരിക്കും തോന്നുന്നത്. മീൻസ് നമുക്കൊരു ക്രിയേറ്റിവിറ്റി അല്ലെങ്കിൽ നമുക്കൊരു ഫ്രീഡം അല്ലെ നമ്മൾ പ്രകൃതിയിലൂടെ അടുപ്പിക്കാനുള്ള ഒരു ഏറ്റവും അടുത്ത ഒരു മാർഗമാണ് കൃഷി എന്ന് പറഞ്ഞാൽ. സോ നമ്മളിതെല്ലാം നമ്മൾ ഇഷ്ടപ്പെടുന്നതാണെങ്കിൽ തീർച്ചയായിട്ടും കൃഷി ഒരു നല്ല ഒരു ഫീൽഡ് തന്നെയാണ്. പക്ഷെ നമ്മൾ വേറെ ഒരു കാര്യം മനസ്സിലാക്കേണ്ടതെന്ന് പറഞ്ഞാൽ കൃഷിയും പിന്നെ പ്രകൃതി ദുരന്തങ്ങളായിക്കോട്ടെ അല്ലെ പ്രകൃതിയിൽ വരുന്ന മാറ്റങ്ങൾ, അതായത് കാലാവസ്ഥ വ്യതിയാനം എല്ലാം കൃഷിനെ ഏറ്റവും അടുത്തതായിട്ട് മനുഷ്യനെ ബാധിക്കുന്നത്. സോ ഇപ്പം ചൂട് കൂടുന്നതോ അല്ലെ വെള്ളപ്പൊക്കമോ ആയിക്കോട്ടെ അല്ലെ അസമയത്തുള്ള മഴകളോ അല്ലെ നമുക്ക് പ്രാണികളുടെ ശല്യത്തിൻ്റെ കൂടുതലും എല്ലാം ഈ ഒരു പ്രകൃതിയിൽ വരുന്ന ഒരു മാറ്റത്തിൻ്റെ കാരണമാണ്. സോ അതെല്ലാം നമ്മൾ നോക്കുവാണെങ്കിൽ കൃഷി ഇനിയും മുൻകാലങ്ങളിൽ എപ്പോഴും മുൻകാലങ്ങളിലെല്ലാം ആദ്യവും ഇത് റിസ്ക് തന്നെയായിരുന്നു. എനിക്ക് തോന്നുന്നില്ല കൃഷി ഒരു സമയത്തും റിസ്ക് ഇല്ലാത്ത ഒരു മേഖലയാണെന്ന് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റത്തില്ല. കൃഷി നമ്മുടെ ഇപ്പം പൂർവികരെല്ലാം നോക്കിയാൽ ഭയങ്കര ക്രിയേറ്റീവായിട്ടുള്ള ആൾക്കാരായിരുന്നു. അവർക്കൊരു ബയോളജിക്കൽ ആയിട്ടും അവർക്ക് അത്ര ഒരു കണക്ട് നേച്ചറിൻ്റെ കൂടെ ഉണ്ടായിരുന്നേ. അന്നേരം അവർ ഭയങ്കര ലളിതമായിട്ടുള്ള ഒരു ജീവിതമാണ് ജീവിച്ചുകൊണ്ടിരുന്നത്. അന്നേരം നമുക്ക് അത് മാത്രമേ ഉണ്ടെങ്കിൽ നമുക്ക് എനിക്ക് തോന്നുന്ന കൃഷിയിൽ നമുക്ക് സർവൈവ് ചെയ്യാൻ പറ്റത്തുള്ളൂ എന്നേ തോന്നുന്നുള്ളൂ. ബിക്കോസ് അല്ലെങ്കിൽ നമ്മൾ ഇപ്പം നമ്മുടെ അടുത്ത് ഒരുപാട് ഒരു ഫിനാൻഷ്യൽ ബാക്കിംഗ് വേണം. ബിക്കോസ് നമുക്കിതെല്ലാം തരണം ചെയ്ത് പോകണമെങ്കിൽ ബിക്കോസ് നമ്മൾ അത്രയും അല്ലെങ്കിൽ നമ്മുടെ ഒരുപാട് റിസോഴ്സസ് നമ്മുടെ അടുത്ത് വേണം. സോ അതൊന്നും ഇല്ലാത്ത ആൾക്കാർ എന്താ ചെയ്യുന്നത്? പിന്നെ അവർക്കും ആ ഒരു ഓപ്ഷൻ വേണമല്ലോ, ആ ഒരു ഓപ്പർച്യൂണിറ്റി വേണമല്ലോ. അന്നേരം നമുക്ക് ഇപ്പം കൃഷിയോട് താല്പര്യം ഉണ്ടെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും ആദ്യം ഒരു ചെയ്യുന്ന കർഷകരോട് അവരോട് കൂടുതൽ ബന്ധപ്പെടുക, അവരുടെ കാര്യങ്ങൾ മനസ്സിലാക്കുക. പിന്നെ ഇപ്പം ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ എത്രയോ സ്ഥലങ്ങളിൽ പോയി അവിടെ നമുക്ക് കൃഷി പഠിക്കാനും അവിടെ താമസിക്കാനും പിന്നെ അവരുടെ ബുദ്ധിമുട്ടുകളും ഓരോ കാര്യങ്ങളും നമുക്ക് മനസ്സിലാക്കിയെടുക്കാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ഇന്നുണ്ട്.
അന്നേരം അത് നമുക്ക് നമ്മൾ അവരോട് കൂടുതൽ സമയം പങ്കുവെക്കുന്നത് നമുക്ക് തന്നെ അറിയാൻ പറ്റും. നമുക്ക് അതിനുള്ള ഒരു വേവ് ലെങ്ത് ഉണ്ടോ, നമുക്ക് അതിനോടുകൂടെയുള്ള ഒരു താല്പര്യമുണ്ടോ. ബിക്കോസ് ഇത് പൈസയുടെ ഒരു കാര്യം മാത്രമല്ല, ഇതിൽ കുറേ അൺസർട്ടനിറ്റീസ് ഉണ്ട്. സോ നമ്മുടെ ആ മൈൻഡ് ആ അൺസർട്ടനിറ്റീസിനെ എങ്ങനെയാണ് കോപ്പ് ചെയ്യുന്നത്, അതും ഒരു വലിയൊരു കാര്യമാണ്. സോ ആ ഒരു മെൻ്റൽ സ്ട്രെങ്ത് ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് തോന്നുന്നുണ്ട് നമുക്ക് കൃഷിയിൽ നിന്ന് പോകാൻ പറ്റത്തുള്ളൂ സസ്റ്റൈനബിൾ. പ്രകൃതിയും മനുഷ്യജീവിതവും പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്ന ഒന്നാണ്. എന്നാൽ വികസനത്തിൻ്റെയും തിരക്കേറിയ ജീവിതത്തിൻ്റെയും ഇടയിൽ പലപ്പോഴും മനുഷ്യർ ഈ ബന്ധം മറന്നു പോകുന്നുണ്ട്. അത്തരത്തിൽ മറവി ബാധിച്ച ഒരു സമൂഹത്തോട് അല്ലെങ്കിൽ മനുഷ്യരോട് സാറിന് എന്താണ് ഈ ഒരു അവസരത്തിൽ പറയാനുള്ളത്? ഞാനൊരു ചെറിയ മനുഷ്യനാണ്. ഞാനും ജീവിതത്തിൽ അത്രയും അനുഭവങ്ങൾ ഉണ്ടെന്ന് എനിക്ക് പറയാൻ അവകാശം ഉണ്ടോയെന്ന് എനിക്ക് തോന്നുന്നില്ല. എനിക്ക് തോന്നുന്നത് നമ്മളെ നന്നായിട്ട് അറിയാൻ നമ്മൾ ശ്രമിക്കുക. നമ്മളെ അറിയാൻ ശ്രമിച്ചാൽ നമ്മൾ തീർച്ചയായിട്ടും പ്രകൃതിയിൽ നിന്ന് അകന്നു പോകത്തില്ല. ഇന്ന് പക്ഷേ നമുക്ക് ധാരാളം ഡിസ്ട്രാക്ഷൻസ് ഉണ്ട്. നമ്മളിപ്പോൾ ഒന്ന് വിചാരിച്ചു നോക്കുക, നമ്മൾ ബസ് സ്റ്റാൻഡിലിരിക്കുകയാണെങ്കിലോ അല്ലെങ്കിൽ റെയിൽവേ സ്റ്റേഷനിലോ എവിടെയാണെങ്കിലും നമ്മളൊരു 2 മിനിറ്റ് നിൽക്കുകയാണെങ്കിൽ നമ്മളുടെ കൈകൾ പോക്കറ്റിലേക്ക് പോകുന്നു, മൊബൈൽ ഫോൺസിന് തപ്പിയെടുക്കുന്നു. നമ്മൾ അന്നേരം നമ്മുടെ കഴുത്ത് താഴോട്ട് ബെൻഡ് ചെയ്യുന്നു, നമ്മൾ സ്ക്രീനിലോട്ട് പോകുന്നു. നമുക്ക് ഒന്ന് ചുറ്റുവട്ടമൊന്നും നോക്കാൻ നമുക്ക് സമയമില്ല. അത് ഞാൻ പ്രകൃതിയിൽ തന്നെ നോക്കണമെന്ന് പറയുന്നില്ല, ഇപ്പം മരങ്ങളെ ഒന്നും നോക്കണമെന്നല്ല പറയും. അതായത് നമ്മൾ റോഡിൽ കൂടെ വണ്ടികൾ പോകുന്നു, നമ്മളൊരു ബിൽഡിങ്ങിനെ തന്നെ നോക്കുക, ഒരു 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 സ്ട്രക്ചറിനെ നമ്മൾ നോക്കുക. അതൊന്നും ആ ഒരു ഇപ്പോൾ നമുക്കൊരു ഒബ്സർവേഷൻ പോലും ഇന്ന് നമ്മുടെ നിന്നെല്ലാം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണെന്ന് തോന്നുന്നു. സോ എനിക്ക് തോന്നുന്നത് അത് എങ്ങനെ അത് മറികടന്നാൽ നമുക്ക് മുന്നോട്ട് പോകുന്നതെന്ന് പറഞ്ഞാൽ ഓരോരുത്തരും കണ്ടെടുക്കുന്ന ഒരു ചാലഞ്ചായിരിക്കും അത്. സോ അത് തീർച്ചയായിട്ടും നമ്മുടെ സറൗണ്ടിങ്സ് ഇപ്പം നമ്മളൊന്ന് കണ്ണടച്ചിരുന്നാൽ മതി. ഇപ്പം നമ്മൾ കണ്ണടച്ചിരുന്നാൽ തന്നെ നമുക്ക് എന്തേലും ഒച്ചകളാണ് നമുക്ക് കേൾക്കാൻ പറ്റുന്നത്. കാറ്റിൻ്റെ ഒരു കുളിർമ, പക്ഷികൾ സംസാരിക്കുന്നത്. ബിക്കോസ് നമ്മുടെ ഇത്രയും സെൻസസിൽ ഏറ്റവും കൂടുതൽ ഈ കണ്ണാണ് നമ്മുടെ ഏറ്റവും കൂടുതൽ പ്രവർത്തിക്കുന്നത്. നമ്മൾ ടച്ച് പോലും വിട്ടു. നമുക്കിപ്പം ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്നതിന് നമുക്ക് ആ ഭക്ഷണത്തിൻ്റെ സ്വാദ് പോലും അറിയാൻ പറ്റുന്നില്ല. ബിക്കോസ് നമ്മുടെ കണ്ണ് വേറെ എന്തിലോ ഫോക്കസ്ഡ്, either on the mobile or ടി വിയിലോ അല്ലെങ്കിൽ നമ്മൾ വല്ലതും വായിച്ചുകൊണ്ടിരിക്കുമായിരിക്കും. സോ നമ്മളിപ്പം കഴിക്കുന്ന സമയത്താണെങ്കിലും നല്ലതായിട്ട് നമ്മൾ ചവച്ച് തിന്നുന്നൊരു ഓരോ ജ്യൂസും നമ്മുടെ ഈ ത്രോട്ടിൽ കൂടെ അകത്തോട്ട് പോകുന്നതിനും നമുക്കത് എനിക്ക് തോന്നുന്നത് ഇപ്പം നല്ലതായിട്ട് വളർത്തിയ ഒരു ഫുഡ് പ്രൊഡക്റ്റ് ആണെങ്കിൽ അത് ബിക്കോസ് ഒരാൾ ഉണ്ടാക്കി തരുമല്ലേ, നല്ല ഉണ്ടാക്കി എടുത്തതല്ലേ. അത് നമ്മൾ അറിയണമെങ്കിൽ തീർച്ചയായിട്ടും നമ്മളതൊരു ഓരോ മൂവ്മെൻറ്റും ഒരു മെഡിറ്റേറ്റീവ് മൂവ്മെൻ്റായിട്ട് നമ്മൾ കണ്ടെത്തുവാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് പ്രകൃതിയോടെ അടുക്കാൻ പറ്റുമെന്ന് തോന്നുന്നു. ഇത്രയും നേരം ഞങ്ങൾക്കായിട്ട് ഈ ഒരു സമയം ചിലവഴിച്ചതിനും അതുപോലെ തന്നെ സാറിൻ്റെ ഐഡിയോളജീസും ആശയങ്ങളും പങ്കുവച്ചതിനും ഒരുപാടധികം നന്ദി. ഇതോടുകൂടി നമ്മുടെ ഇന്നത്തെ റേഡിയോ സി ഇവിടെ അവസാനിക്കുകയാണ്. അടുത്തൊരു ദിവസം പുതിയ അറിവുകളും പുതിയ വിശേഷങ്ങളുമായിട്ട് കാണുന്നത് വരെ ദിസ് ഇസ് RJ ആദിൽ സൈനിങ് ഓഫ്. Radio C. Our campus, our voice.